മഹാഭാരത യുദ്ധം ധർമ്മയുദ്ധമാകുന്നത് യുദ്ധക്കളത്തിൽ ധർമ്മമാണോ അധർമ്മമാണോ ചെയ്തത് എന്നത് നോക്കിയല്ല. ഈ യുദ്ധക്കളം വരെ ഇത്രയും പേരെ എത്തിക്കാൻ എന്താണോ കാരണമായത്, ആ കാരണങ്ങളാണ് മഹാഭാരത യുദ്ധത്തെ ധർമ്മയുദ്ധമാക്കുന്നത്. അധർമ്മികളായ കൗരവരുടെ അരാജകത്വം നിറഞ്ഞ ഭരണം മൂലം ഒരു രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കുള്ള ശിക്ഷയും, അന്യായമായി സ്വന്തം സഹോദരന്മാരോട് ചെയ്ത ആക്രമണങ്ങൾക്കും, സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട സ്ത്രീയെ ജനമധ്യത്തിൽ നഗ്നയാക്കാൻ ശ്രമിച്ച അപരാധത്തിനുള്ള ശിക്ഷയും, അധർമ്മം വളരാൻ അനുവദിച്ചുകൊണ്ട് നിഷ്ക്രിയരായി നിന്ന ശക്തിമാന്മാരോടുള്ള പ്രതിഷേധവും, സർവോപരി അധർമ്മത്തിൽ മുങ്ങിത്താഴുന്ന ഒരു കൂട്ടത്തോടും അവരെ സഹായിക്കാൻ തയ്യാറായി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ആചാര്യ സ്ഥാനത്തിരിക്കുന്നവർക്കുമുള്ള ശിക്ഷയാണ് മഹാഭാരത യുദ്ധം. ഈ അധർമ്മങ്ങൾക്ക് അറുതി വരുത്താൻ അവരെ എല്ലാം വധിക്കുക അല്ലാതെ വേറൊരു മാർഗവുമില്ല. അതിനാലാണ് മഹാഭാരത യുദ്ധം ധർമ്മയുദ്ധമാവുന്നത്. അതുവരെ നടത്തിയ അധർമ്മങ്ങൾ കൊണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ മാത്രമല്ല, ഹസ്തിനപുരത്തെ ഓരോ പ്രജകളും ആക്രമികളുടെ നാശം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ജയമാണ് ലക്ഷ്യം. ജീവിതത്തിൽ ധർമ്മം ആചരിച്ചവരെ മാത്രമേ ധർമ്മം കൊണ്ട് രക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. അധർമ്മികളെ രക്ഷിക്കേണ്ടത് ധർമ്മത്തിന്റെ ചുമതലയല്ല. അധർമ്മികൾ അധർമ്മം കൊണ്ട് തന്നെ സ്വന്തം നാശം ചോദിച്ചു വാങ്ങും.